പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ചാനലിൻ്റെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന സംപ്രേഷണ പരിപാടിയിൽ 20ാം എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹ്രസ്വമായ ഒരു സമയത്തിനുള്ളിൽ 10-12 മണിക്കൂറിനുള്ളിൽ നടത്തപ്പെടുന്ന ഈ പ്രക്ഷേപണ പരിപാടിയിൽ നിങ്ങൾക്ക് ചിലപ്പം വളരെ ത്രില്ലിംഗ് ആയിട്ടൊന്നും അനുഭവപ്പെടുകയില്ലായിരിക്കും. ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇത് സാധാരണ നമ്മുടെ നാട്ടിലെ കുറേ ചരിത്രവും രാഷ്ട്രീയക്കാരുടെ കുറേ പ്രശ്നങ്ങളും പറഞ്ഞു പോകുന്ന ഒരു ചാനൽ എന്ന് നിങ്ങൾ ചിലപ്പോൾ ധരിച്ചിട്ടുണ്ടാവും. അതല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തത്തോടെയുള്ള ഒരു ജീവിതം, ഉത്തരവാദിത്തത്തോടെയുള്ള ഭരണം, അത് നമ്മളാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രതിനിധികളെ നമുക്കെല്ലാവർക്കും പോയി ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് കൊടുക്കും. അത് ലോക്കൽ പഞ്ചായത്തിലാണേലും മുനിസിപ്പാലിറ്റികളിലാണേലും കോർപ്പറേഷനിലാണേലും നിയമസഭയിലേക്കാണേലും പാർലമെൻറ്റിലേക്കാണേലും നമ്മളൊരു പ്രായോഗികതയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളൊരു പ്രാതിനിധ്യ സ്വഭാവത്തിൽ അവരെ തിരഞ്ഞെടുത്ത് വിടുന്നത്. അപ്പോൾ അവിടെ പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ള വലിയൊരു നമ്മുടെ പ്രശ്നം. നമുക്ക് കാൻഡിഡേറ്റായിട്ട് വരുന്ന സ്ഥാനാർത്ഥികളുടെ യോഗ്യതയെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കാറില്ല. നമ്മുടെ പാർട്ടിയിലുള്ള ആളാണെന്ന് മാത്രം നമ്മൾ നോക്കും. പിന്നെ വേണമെങ്കിൽ ജാതിയും മതവും സമുദായമൊക്കെ നോക്കും. അത് ഒരു അടിയിലൂടെ ഒരു അന്തർധാര എങ്ങനെയുണ്ട്, എൻ്റെ ജാതിയിൽപ്പെട്ട ആളാണോ എൻ്റെ മതത്തിൽപ്പെട്ട ആളാണോ. അപ്പം ഇതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് നമ്മളിതിനെ കാണാനായിട്ട് ശ്രമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആമുഖമായിട്ട് പറയാനുള്ളത്. നമുക്ക് അറിയാം, നമ്മുടെ നാട്ടിൽ പ്രബലമായ 3 മതങ്ങൾ, 3 ധാരകളാണുള്ളത്. വളരെ പുരാതനമായ ഹിന്ദു മതം, അതിനുശേഷം വ്യാപാര പ്രക്രിയയിലൂടെയോ അല്ലെങ്കിൽ അധിനിവേശത്തിലൂടെയോ അല്ലെങ്കിൽ സഞ്ചാരത്തിൻ്റേതായിട്ടുള്ള രീതിയിലോ ഒക്കെ വന്നിട്ടുള്ള ക്രിസ്തു മതം, ഇസ്ലാം മതം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ 3 മതങ്ങളിലും നമ്മൾ ഇപ്പം പറയുന്ന ക്രിസ്തു മതത്തിൽപ്പെട്ടവർ, അവർ ഏതാനും തലമുറകൾക്ക് മുമ്പ് അവർക്ക് പിന്നെ ഹിന്ദുക്കളായിരുന്നു. നമ്മളിവിടെ കാണുന്ന മുസ്ലിം സഹോദരന്മാർ കുറേ തലമുറകൾക്ക് മുമ്പ് അവർ ഹിന്ദുക്കളായിരുന്നു. അവരാരും ഈ മതത്തിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കിയിട്ടോ അതിന് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടോ ഒന്നും മതം മാറി ഒരു പുതിയ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ളവരല്ല. കാരണം നിങ്ങൾക്കറിയാം, കാര്യമായ വിദ്യാഭ്യാസ സൗകര്യമോ എഴുത്തോ അക്ഷരങ്ങളോ ഒന്നും വ്യാപകമല്ലായിരുന്നൊരു കാലത്ത് മിഷണറിമാർ വന്നു, കച്ചവടക്കാർ വന്നു. അവരുമായിട്ടുള്ളൊരു പരിചയത്തിൻ്റെയും ബന്ധത്തിൻ്റെയും അടുപ്പത്തിൻ്റെയൊക്കെ പേരിൽ ഒരു നോവൽറ്റിക്ക് വേണ്ടി, ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ട് പലരും പിന്നെ മതം സ്വീകരിച്ചു. പിന്നെ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ഒരു മതമായിട്ടൊരു സംസ്കാരമാണ്, ഒരു ജീവിത രീതിയാണ്. അവിടെ ആരും വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഒരു പരീക്ഷണാർത്ഥം ക്രിസ്തു മതം സ്വീകരിച്ചവരുണ്ട്, ഇസ്ലാം മതം സ്വീകരിച്ചവരുണ്ട്. അതിനുശേഷം അധിനിവേശത്തിൻ്റെ ഒരു കാലം വന്നു. ആ കാലഘട്ടങ്ങളിൽ ബലപ്രയോഗത്തിലൂടെ ഈ പറഞ്ഞ വിശ്വാസത്തിലേക്ക് കടന്നു. അപ്പോൾ അതെല്ലാം നമുക്കറിയാം, നമ്മുടെ ചരിത്രം നമ്മൾ അത് മനസ്സിലാക്കണം. ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ നമ്മൾ പരിശോധിക്കാനും അതിൻ്റെ ഗതികളെ നിർണ്ണയിക്കാനും കഴിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സ്വാതന്ത്ര്യ സമരത്തിനോടനുബന്ധിച്ചാണ് നമുക്ക് കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടായത്. കോൺഗ്രസ് പാർട്ടിയിൽ വലിയ ത്യാഗങ്ങൾ സഹിച്ചവരുണ്ട്. കോൺഗ്രസ് പാർട്ടി മാത്രമല്ല, അന്നത്തെ ഹിന്ദു മഹാസഭയിലെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം പ്രമാണിമാരും ഒക്കെ അതിനകത്ത് കൂടിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പഠിച്ചു. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനും ധാർമ്മികതയ്ക്കും ഉതകുന്ന ഒരു ജീവിതക്രമം, ഒരു ജനാധിപത്യ ക്രമമാണ് നമ്മൾ അന്ന് സങ്കല്പിച്ചിട്ടുള്ളത്, നമ്മൾ പ്രതീക്ഷിച്ചത്. പിന്നീട് ജാതിയും മതവും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളെയും നിലനിൽപ്പിനെയൊക്കെ നിർണ്ണയിക്കുന്നു എന്നുള്ളൊരവസരം വന്നപ്പോഴത്തേക്ക് ജാതിചിന്ത വളരെ പ്രബലമായി, സമുദായ സംഘടനകൾ, ജാതി സംഘടനകൾ. അപ്പോൾ അങ്ങനെ അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ കക്ഷികൾ മതത്തെയും ജാതിയെയും എല്ലാം കൂട്ടുപിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. മതേതരത്വം നമ്മൾ വെറുതെ ഒരു ഭംഗിവാക്കായിട്ട് പറയുമെങ്കിലും നമ്മളതിനു മുമ്പ് പറഞ്ഞ പോലെ മതാധിഷ്ഠിത രാഷ്ട്രീയ ധനിക ആധിപത്യമാണ് നമ്മുടെ രാജ്യത്ത് ഉള്ള യാഥാർത്ഥ്യം. മതം എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ മതത്തിൻ്റെ തീരുമാനങ്ങൾ എന്താണ്, ജാതിയുടെ തീരുമാനങ്ങൾ എന്താണ്, സമുദായം എങ്ങനെ ചിന്തിക്കുന്നു, ഇങ്ങനെ അവർക്ക് പൊതു സമ്പത്തിൽ നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ ഒരു ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ബാർഗെയിനിങ് നടക്കുക. ഓരോ സർക്കാരിലെ ഘടകകക്ഷികൾ വിലപേശലടക്കം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട്, MLA സ്ഥാനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തദ്ദേശ ഭരണത്തിലെ ചെയർമാനോ പ്രസിഡൻറ്റോ ഒക്കെ ആകുന്നതിന് വേണ്ടിയിട്ട്
ഇവിടെ നമുക്ക് ഈ രാജ്യത്ത് പൊതു സമ്പത്തിൽ നിന്ന് വേതനം ലഭിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും തലപ്പത്ത് വരിക, അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാതിയെയും മതത്തെയും ഒക്കെ അതിൻ്റെ ഒരു ഇതാക്കുന്നുണ്ട്. അതിൻ്റെ ബലത്തിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇതൊരു മിഥ്യ എന്ന് പറയുന്നത്, നമ്മുടെ ജനാധിപത്യം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മതേതരത്വം എന്ന് പറയുന്ന ഒരു മിഥ്യയാണ്, അതൊരു സത്യമല്ല. അത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അപ്പം അങ്ങനെ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജാതി മതം എന്നൊക്കെ പറയുന്ന അവരെ സംബന്ധിച്ച് അതൊരു അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു നമ്മുടെ നാട്ടിൽ ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, അതിൽ കവിഞ്ഞ് അവർക്ക് അതിനകത്ത് വലിയൊരു പ്രാധാന്യമൊന്നും അവർ കൊടുക്കുന്നില്ല. യങ്ങർ ജനറേഷൻ അതിനകത്ത് വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അവരുടെ മനസ്സിലെവിടെയോ അതിൻ്റെ ഒരു അംശം കിടപ്പുണ്ട്. അപ്പോൾ ഈ പൊതുസമ്പത്തിൽ നിന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസമ്പത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഞാനും കൂടെ ഉൾപ്പെടുന്ന ജാതിയിലെയോ മതത്തിലെയോ സമുദായത്തിലെയോ ആൾക്കാർ അധികാരത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ഫോർമുല നമ്മുടെ നാട്ടിൽ, ഒരു സൂത്രവാക്യം നമ്മുടെ നാട്ടിൽ പറയാതെ തന്നെ അവർ അന്തർധാരയായിട്ട് കിടക്കുകയാണ്. അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇലക്ഷൻ വരുമ്പോഴും എല്ലാം ഈ ഒരു പങ്കുവെക്കൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പങ്കുവെക്കലിൻ്റെ രാഷ്ട്രീയത്തിൽ ആരുടെ കൂട്ടത്തിൽ നിന്നാലാണ് നമുക്ക് കൂടുതൽ പ്രയോജനം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നിർണ്ണയിക്കപ്പെടുക. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ രാഷ്ട്രീയത്തിലെ ഉത്തരവാദിത്തമില്ലാത്ത തെരുവ് രാഷ്ട്രീയത്തിൻ്റെ ഇതിൽ നമ്മൾക്ക് അതിനെ മറികടക്കേണ്ടതായിട്ടുണ്ട്. ജാതി രാഷ്ട്രീയത്തിൻ്റെ പിടിയിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ഈ അനർഹരായിട്ടുള്ള അല്ലെങ്കിൽ വേണ്ടത്ര യോഗ്യതയില്ലാത്ത നേതാക്കന്മാർ മേൽസ്ഥാനങ്ങളിലേക്ക് വരുമ്പോഴും അധികാരികളായിട്ട് വരുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ കരകയറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജനപ്രതിനിധികൾ, നിയമനിർമ്മാതാക്കൾ അവരെ കാട്ടിക്കൂട്ടുന്ന വിക്രികൾ, തെറ്റുകൾ, രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായ നിയമനിർമ്മാണങ്ങൾ, അതിനെ നമ്മൾ മറികടക്കേണ്ടതായിട്ടുണ്ട്. ഈ നമ്മുടെ ശിക്ഷാ നിയമത്തിലോ ഒക്കെ അന്വേഷണം നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിന് അന്വേഷണം നടത്തുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവർ പക്ഷപാതരഹിതരായിട്ട് പെരുമാറണം എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. നമ്മുടെ ന്യായാധിപന്മാർ ഭരണത്തിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പാക്കുന്ന രീതിയിലേക്ക് അവരുടെ ജീവിതം ഉറപ്പാക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരുപാട് കടമ്പകളെ മറികടന്നാൽ മാത്രമേ നമുക്ക് ഈ ജനാധിപത്യം യാഥാർത്ഥ്യമാകും എന്നുള്ള ഒരവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസത്തെ വാർത്തകൾ വെറും വാർത്തകൾ മാത്രമായിട്ട്, ഒരു സംഭവമായിട്ട് മാത്രം കാണാതെ ആ സംഭവം എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു, അതിൻ്റെ പരിണതഫലം എന്താണ്, അത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വിശകലനം ചെയ്യണം. കാരണം എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്, പല പത്രങ്ങൾ വായിക്കുന്നു, പല ദൃശ്യമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഒക്കെ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു പൗരധർമ്മം നിറവേറ്റുക എന്ന് പറയുന്ന വലിയ ഒരു കർത്തവ്യം ഉണ്ട്. അത് നമ്മൾ ഒരു ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരാളാണേലും, ഒരു വാഹനം ഓടിക്കുന്ന ആളാണേലും, അല്ലെങ്കിൽ ഒരു അടുക്കള ജോലിക്ക് പോകുന്ന സഹോദരിമാരാണേലും, അധ്യാപകരാണേലും, ഏത് തുറയിൽ നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിലും നമ്മുടെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയാണ്, നമ്മളെടുക്കുന്ന തീരുമാനമാണ്, നമ്മുടെ നിലപാടുകളാണ്, നമ്മുടെ മനോഭാവമാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മളിലുണ്ടായാൽ മാത്രമേ ഈ ഒരു തകർച്ചയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവൂ. അപ്പോൾ ഇതിന് വളരെ ഔപചാരികമായിട്ട് ഒരു അനുഷ്ഠാനം പോലെ ചിലപ്പോൾ നമ്മൾ ചില സത്യപ്രതിജ്ഞകൾ എടുക്കാറുണ്ട്. ലഹരിക്കെതിരായിട്ടൊരു സത്യപ്രതിജ്ഞ, അഴിമതിക്കെതിരായിട്ടൊരു സത്യപ്രതിജ്ഞ, തെരുവ് നായകളുടെ ശല്യത്തിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം, ഇങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനെതിരായിട്ട് ബോധവൽക്കരണം, ഇതൊക്കെ ഇങ്ങനെ നമുക്കൊരു എന്തായാലും പറയാം, ലേസിംഗ് എന്ന് പറയും. നമ്മുടെ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാം. ശുദ്ധമായ അഴിമതി രാജ്യത്തൊക്കെ നടക്കുന്നു, സ്വജനപക്ഷപാതം നടക്കുന്നു, എല്ലാവിധ തിന്മകളും നടത്തിയിട്ട് അതിനെ ചുക്കാൻ പിടിച്ചിട്ട് അതിൻ്റെ ആൾക്കാർ തന്നെ വന്നിട്ട് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെറിയ മിനുക്കുപണികളൊക്കെ നടത്തുക. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇതിനെ സമീപിക്കണം. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങളെ സമീപിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതം സാധ്യമാകുള്ളൂ. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.